ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുവൈറ്റിൽ സാൽമയിലുള്ള വിൻ്റർ വണ്ടർലാൻഡിലാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം സമയം ഒരു 9:15 അപ്പോൾ നമ്മൾ കുറച്ച് താമസിച്ചു പോയി. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിനി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെന്നതല്ലായിരുന്നു എൻട്രൻസ്, അത് എക്സിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഡയറക്റ്റ് ടിക്കറ്റ് ഒന്നും കൊടുക്കുന്നില്ലെന്ന് അറിഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെ ഡയറക്റ്റ് ക്യാഷ് പേയ്മെൻ്റ് ഒന്നും സ്വീകരിക്കുന്നതല്ല. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ അകം കാണാൻ തന്നെ, അതായത് എൻട്രൻസ് കാണാൻ തന്നെ അതിമനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പാസ് സ്കാൻ ചെയ്ത് നമ്മൾ വണ്ടർലാൻഡിൻ്റെ അകത്തോട്ട് കയറി. അപ്പം ഈ നിലത്ത് കാണുന്നതൊക്കെ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഒരു 3D പ്രൊഡക്ഷനാണ് ഈ കാണുന്നത്. അപ്പം ഈ ഒരു എൻട്രൻസ് തന്നെ കാണാൻ അതിമനോഹരമായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ ഒരു എൻട്രൻസിൽ കാണുന്ന, അതായത് ഇവിടം തൊട്ടുള്ളൊരു വ്യൂ ആണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിമനോഹരമാണ് ഈ ഒരു സൈഡിൽ വെച്ച് ഈ ഒരു വിഷ്വല് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന റൈഡൊക്കെ ഇല്ല, അതെല്ലാം ചേർത്ത് കാണാൻ വേണ്ടി. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഇവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ട് വരണമെന്ന്. ഒരു TC എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് കയറി നമ്മൾ പേയ്മെൻറ്റ് ചെയ്താലേ നമുക്കിവിടെ എൻട്രൻസ് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇവിടെ ഡയറക്റ്റ് പേയ്മെൻറ്റോ ഇവിടെ ഡയറക്റ്റ് വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും ഇവിടെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മളിപ്പം ഇതിൻ്റെ അകത്തോട്ട് കയറി. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു സാധനം കണ്ടു. ഞാൻ ഒരു പൂ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെ ഒരു പൂവ്. ഈ ഒരു പൂവുണ്ട്. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പേരത്തില്ല, ഈ റോൾ ചെയ്യുന്നൊരു സാധനമില്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും മണിതപ്പെരുന്നാളിലൊക്കെ ഞാൻ വരുമ്പോൾ കയറിയിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു പ്ലാൻ ചെയ്തേക്കുന്നത് ഈ ഔത്തേട്ടൊന്ന് കയറണമുണ്ട്. അത് അത്യാവശ്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. അത് അത്യാവശ്യം ഹൈറ്റിലുമാണ്. അപ്പം ഗോപ്രോയിലാണ്ട് നമുക്ക് അടുത്ത് കാണത്തില്ല. അപ്പോൾ എൻ്റെ ഈ പുറകെ കാണുന്ന റൈഡ് കയറാൻ ഇതിനായിട്ടൊരു പ്ലാനില്ല. കാരണം ഞാൻ ഇത് നേരത്തെ കയറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മൊത്തം ഒന്ന് കറങ്ങി അടിച്ച് വന്നിട്ട് എവിടെയൊക്കെ കയറണമെന്ന് നോക്കാം. അപ്പോൾ ഈ റൈഡിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കഫേയുണ്ട്. അപ്പോൾ അവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 3 പേരെ നമ്മൾ കണ്ടു. അപ്പോൾ അവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഈ ഒരു സാധനത്തെ ഞാൻ വാഗമണ്ണി വെച്ച് കയറിയിട്ടുണ്ട്. അത് നമ്മുടെ ദേഹത്ത് റോപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് കറങ്ങി വരുന്നതാണ്. അന്ന് എൻ്റെ കഴുത്തിലൊക്കെ ചെറിയൊരു വേലയൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ഇത് അതിനേക്കാളും സേഫാണ്. ഡയറക്റ്റ്ലി നമ്മൾ നേരെ മുകളിലോട്ട് പോയിട്ട് റിട്ടേൺ അതുപോലെ താഴോട്ട് വരികയാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ സേഫാണിത്. പിന്നെ ഈ ഒരു റൈഡ് നമ്മൾ സ്ഥിരം എല്ലായിടത്തും കാണുന്നതാണ്. പാർക്കിലൊക്കെ പോകുമ്പം എല്ലായിടത്തും ഉള്ള ഒരു റൈഡ് തന്നെയാണ്. ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഉള്ള റൈഡുകളാണ്. ഇപ്പോൾ സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ആൾക്കാരൊന്നും ഇതിലായിട്ടും വന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും. പിന്നെ വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് കൂടെ ആൾക്കാരൊക്കെ കുറവാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് വരുവാണെങ്കിൽ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ മൊത്തം വരുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള റൈഡുകളാണ്. അപ്പോൾ മുതിർന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ള റൈഡൊക്കെ അപ്പുറത്തെ വേറൊരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതേപോലെ ഇത് ഇവിടെ ഒരു വാട്ടർ പാർക്കും ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടികളുടെ സെക്ഷനും അതേപോലെ തന്നെ വാട്ടർ പാർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു സൈഡിലോട്ട് വന്നു. ഇവിടെ ഇത്തിരി ഹൊററായിട്ടുള്ളതാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹൗസ് ഓഫ് ഇവിളിലെ പേടിപ്പിക്കുന്ന കാഴ്ചകൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം.